നുണ, പെരും നുണ, സ്ഥിതിവിവരക്കണക്ക് എന്ന തരംതിരിവ് പഴയതാണ്. ഇന്ന് ശരിയായത് നുണ, പെരും നുണ, പബ്ലിക് റിലേഷൻസ് എന്നാണ്. PR എന്ന നുണ വ്യവസായത്തിൻ്റെ ചെറിയൊരു സാമ്പിളാണ് നമ്മൾ കണ്ടത്. നുണ കൊണ്ട് വംശഹത്യ വരെ നടത്താം. ഈ ആഴ്ച 1 വർഷം തികയുന്ന ഗസ വംശഹത്യ ഉദാഹരണം. കഴിഞ്ഞ ഒക്ടോബർ 7 സംഭവങ്ങളെപ്പറ്റി നുണക്കഥകൾ പരത്തിയാണ് ഇസ്രായേൽ വംശഹത്യക്ക് മണ്ണൊരുക്കിയത്. ഹമാസിൻ്റെ ചുമലിൽ വെച്ചുകെട്ടിയ കൂട്ടക്കൊലയിൽ കുറെ ഇസ്രായേൽ തന്നെ ചെയ്തതാണെന്ന് തെളിഞ്ഞ കാര്യം 2 ലക്കം മുൻപ് നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല മാധ്യമങ്ങൾ വഴി സയനിസ്റ്റ് ഭരണകൂടം പരത്തിയ നുണകൾ. ഏതാനും ചിലതുകൂടി അല്പം ആവർത്തനമുണ്ടെങ്കിലും എടുത്തു പറയാം. 40-ലധികം കുഞ്ഞുങ്ങളെ ഹമാസ് വെട്ടിനുറുക്കി എന്നും കത്തിച്ചു എന്നും ഇസ്രായേലി സൈനികർ പറഞ്ഞ് പ്രചരിപ്പിച്ച സംഭവം വാസ്തവത്തിൽ കെട്ടുകഥയായിരുന്നു എന്ന് വൈകാതെ തെളിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ഇസ്രായേൽ ഫലസ്തീൻ കുഞ്ഞുങ്ങളെ കരുതിക്കൂട്ടി കൂട്ടക്കൊല ചെയ്തു തുടങ്ങി. ഓരോ 10 മിനിറ്റിലും ഓരോ കുഞ്ഞിനെ എന്ന തോതിലാണ് അവർ പോയ വർഷം കൊന്നുകൊണ്ടിരുന്നത്. ഹമാസിനെ വെറുതെ കുറ്റപ്പെടുത്തിയത് ഇസ്രായേലിൻ്റെ സ്വന്തം കുറ്റങ്ങൾക്ക് മുൻകൂർ ന്യായം സൃഷ്ടിക്കാനായിരുന്നു എന്ന് വേണം കരുതാൻ. 2 ആഴ്ച മുൻപ് ഗസ അധികൃതർ ഇസ്രായേലി വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരുടെ പട്ടിക പുറത്തുവിട്ടു. 649 പേജുള്ളതിൽ ആദ്യത്തെ 14 പേജിലും കുട്ടികളാണ്. കഴിഞ്ഞ ഫെബ്രുവരിയോടെ ഫലസ്തീനിലെ 14,000-ലേറെ കുഞ്ഞുങ്ങളെ ഇസ്രായേൽ കൊന്നപ്പോൾ അൽ ജസീറ ആ പേരുകൾ സ്റ്റുഡിയോ ചുമരിൽ കാണിച്ചു. 7 മിനിറ്റ് വീഡിയോയിലും. ഈ ക്രൂരതയ്ക്ക് മണ്ണൊരുക്കാൻ എന്നോണം ഇസ്രായേൽ പരത്തി കുറെ നുണക്കഥകൾ. ഹമാസ് കുഞ്ഞുങ്ങളുടെ തലയറുത്തു എന്ന കഥ വൻതോതിലാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. I'm talking to some of the soldiers and they say what they've witnessed as they've been walking through these different houses, these different communities. Babies, their heads cut off. That's what they said. No one could expect that it would be like this. The horrors that I'm hearing from these soldiers. As I mentioned earlier, about 40 babies at least were taken out on gurneys. 40 ശിശുക്കളെ അറുത്ത് കൊന്നു എന്ന്. വാസ്തവത്തിൽ ഇസ്രായേലിന്റെ തന്നെ ഔദ്യോഗിക കണക്കിൽ ആ സംഭവമേ ഇല്ലായിരുന്നു. The I-Unit's list of the dead shows no babies were killed in Kfar Aza, the kibbutz this report came from. പക്ഷെ സത്യം ആർക്കറിയണം? മാധ്യമങ്ങൾ വ്യാജ വാർത്ത പരത്താൻ തുടങ്ങി. The story was nevertheless picked up by international media and repeated by President Biden. I've been doing this a long time. I never really thought that I would see and have confirmed pictures of terrorists beheading children. പ്രസിഡന്റ് ജോ ബൈഡൻ മുതൽ പേരെടുത്ത മാധ്യമങ്ങൾ വരെ ഈ കള്ളം ഏറ്റുപിടിച്ചു. ഇസ്രായേലി സംഘടനയായ സക്ക ധാരാളം കള്ളങ്ങൾ പ്രചരിപ്പിച്ചു. ഹമാസ് ഗർഭിണിയുടെ വയറ് കീറി കുഞ്ഞിനെ കൊന്നു എന്നും മറ്റും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ലെന്ന് പിന്നീട് ഇസ്രായേലി കിബുട്സ് അധികൃതർ തന്നെ സമ്മതിച്ചു. Her stomach was butchered open. The baby that was connected to the cord was stabbed and she was shot in the back. Kibbutz Be'eri has denied this account. The story of the pregnant woman reported by Zaka is not relevant to Be'eri. തൻ്റെ കയ്യിൽ ഇതിൻ്റെ ഫോട്ടോ ഉണ്ട് എന്നായി സക്ക നേതാവ് യോസി ലാൻഡോ. പക്ഷേ കാണിക്കാൻ പറഞ്ഞപ്പോൾ എന്തോ ഒരു രൂപം മാത്രം കാണിച്ചു. Let's see the picture. I have the picture of it. Are you able to share the photographic evidence with us? To show you. Yes. Where's my phone? Oh, I'm sorry. This is the knife they used. Shot and killed, but Over here was the woman. But that's the imagery after the bodies had been cleared away. Oh. Yes. This is the baby. This is it. I'm sorry to be graphic here, but I can't see a baby here. വാസ്തവത്തിൽ അന്ന് ഒരേ ഒരു ഇസ്രായേലി കുഞ്ഞാണ് കൊല്ലപ്പെട്ടത്. ഉന്നം പിഴച്ച ഹമാസ് വെടികൊണ്ടാണ് അവൾ മരിച്ചത്. മറ്റൊരു കുഞ്ഞും കൊല്ലപ്പെട്ടിരുന്നില്ല. 2 നാൾ കഴിഞ്ഞ് സത്യം പുറത്തു വന്നപ്പോഴേക്ക് ഇസ്രായേലി കെട്ടുകഥ ലോകമാകെ പരന്നിരുന്നു.
When the media cares about 40 beheaded babies, fake news, and then people get this first impression, they keep this first impression, and then the first impression in media always lasts forever. And then after a day or two, they change that, but people already got the impression, and it's very difficult to erase this impression. കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ട്. ഹമാസോ ഹിസ്ബുള്ളയോ അല്ല, ഇസ്രായേലി സേന. ഇതിനെല്ലാം ന്യായമായി പറയുന്ന കാരണങ്ങൾ കള്ളമാണ്. പക്ഷേ മറ്റനേകം സംഘർഷങ്ങളിൽ എന്ന പോലെ ഇതിലും കള്ളം പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങൾ മുന്നിലുണ്ടായിരുന്നു. It was repeated on the front page of the Times newspaper by reporter Anshel Pfeffer, featuring in the headline in quote marks. But in the story itself, there are no quotes that back up the story. Instead, Pfeffer writes some soldiers said there were up to 40 babies' corpses found, and that there were claims that some had their throats cut. But no one is named as having said the quote, and the reporter, despite being on the ground as bodies were being excavated, doesn't claim to have seen this himself. It's also repeated on the front pages of The Independent, Metro, The Telegraph, and The Sun. All of them cite Nicole Zedek's report, but cannot verify it themselves. By Wednesday, questions around the accuracy of the story begin to surface, particularly after a report by Anadolu Agency. ഈ കുരുതിയിൽ ആ മാധ്യമങ്ങൾക്കും പങ്കുണ്ട്. عدد من الشهداء جهاز استهداف مركز الإيواء المتواجد في معهد الأمل. الشهداء هم الأطفال أغلبهم النساء. ഹമാസ് കുഞ്ഞുങ്ങളെ കൊന്നു എന്ന കള്ളം പ്രചരിപ്പിച്ചത് ഇസ്രായേലിന് ഇങ്ങനെ കൊല നടത്താനാണ്. ഹമാസും ഹിസ്ബുള്ളയും സിവിലിയന്മാരെ മനുഷ്യ കവചമാക്കുന്നു എന്നതാണ് മറ്റൊരു ഇസ്രായേലി വ്യാജം. ഈ പ്രചാരണവും ഇസ്രായേലിന് സൗകര്യമായി. ഗസയിലും ലബനാനിലുമെല്ലാം ഇസ്രായേലാണ് സിവിലിയന്മാരെ മനുഷ്യ കവചമാക്കുന്നത്. കഴിഞ്ഞ ജൂണിലെ ഈ ദൃശ്യം ഉദാഹരണം. The Israeli military says it's investigating an incident where Israeli soldiers strapped a wounded Palestinian detainee to the hood of a military vehicle. It happened during an arrest raid in the occupied West Bank city of Jenin on Saturday and was captured on video verified by Reuters. It shows the vehicle passing through two ambulances with Palestinian resident Mujahid Azmi on top. ഈ സംഭവത്തിന്റെ റിപ്പോർട്ടുകളിൽ മനുഷ്യ കവചം എന്ന വാക്ക് മാധ്യമങ്ങൾ ഒഴിവാക്കിയത് ഓർക്കുക. യുദ്ധക്കുറ്റം മറച്ചുപിടിക്കുകയാണ് ഇവിടെ. ലെബനാനിൽ ബോംബിടാനൊരുങ്ങുമ്പോൾ നെതന്യാഹു പറഞ്ഞു ഹിസ്ബുള്ള നാട്ടുകാരെ മനുഷ്യ കവചമാക്കുന്നു എന്ന്. ഇത് കള്ളമാണെന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. I have a message for the people of Lebanon. Israel's war is not with you. It's with Hezbollah. For too long, Hezbollah has been using you as human shields. We have investigated this repeatedly and have virtually never found any incidents of Hamas or Hezbollah deliberately using civilians to shield its forces from attack. ഈ കള്ളങ്ങളുടെ മറപിടിച്ചാണ് ഇസ്രായേൽ കൂട്ടക്കശാപ്പ് തുടരുന്നത്. The international rules are clear in this sense. We cannot terrify civilians and we cannot target places where civilians are living. വംശഹത്യ തടയാൻ ശ്രമിക്കാത്തതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച UN ഉദ്യോഗസ്ഥനാണ് ക്രെയ്ഗ് മുഖൈബർ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കുറ്റവാളികൾ 3 കൂട്ടരാണ്: ഇസ്രായേൽ, പടിഞ്ഞാറൻ രാജ്യങ്ങൾ, പിന്നെ മാധ്യമങ്ങൾ. I have argued, in fact, that the media, these media companies in particular, have set themselves out as a part of the machine of genocide that's being perpetrated in Palestine. You have the Israeli forces that are one key pillar of this. You have their Western sponsors in the US and the UK and other Western governments that shield them from accountability. They're another pillar. But what I've said is there's a third pillar, and that's the role of complicit Western media corporations in knowingly disseminating Israeli disinformation and propaganda, and in the process. വംശഹത്യ കേസിൽ മാധ്യമങ്ങളെയും പ്രതി ചേർക്കണം എന്ന അഭിപ്രായക്കാരനാണ് അഭിഭാഷകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ മുഖൈബർ. കുരുതിക്ക് ബലം കൂട്ടാനിറക്കുന്ന കള്ളങ്ങൾ ഇപ്പറഞ്ഞവ മാത്രമല്ല താനും. എല്ലാ കള്ളങ്ങൾക്കും മേൽ
സത്യത്തിൻ്റെ വെളിച്ചം ഉദിക്കുന്ന നാളുകൾ വരാനിരിക്കുന്നു.